ഇട്ടഞ്ചേരിയിലെ മുട്ടം കത്തനാര് ഒരു തീട്ടൂരമിറക്കി. എന്താണത്? ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ അധ്യക്ഷന്മാരെ ഭീഷണിപ്പെടുത്തി ഒരു കത്ത്. കത്ത് എങ്ങോട്ട് അയച്ചെന്നൊന്നും ആർക്കും അറിയത്തില്ല. കത്ത് എവിടേക്കും അയച്ചു. സ്പാം ഫോൾഡറിൽ പോയി കിടക്കും അത്. ഇതാണ് ആ കത്ത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ? പ്രസിദ്ധീകരിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഒന്ന് വായിക്കാം. എന്താണ് പ്രസിദ്ധീകരണത്തിന്? ബദൽ കാതോലിക്കയെ വാഴിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണം. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്കും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാർക്കും കത്ത്. പുതിയ സാധനം കേട്ടോ, ഡേറ്റ് ഉണ്ട് 19/3/2025. കോട്ടയം മലങ്കര സഭയിൽ വീണ്ടും സമാന്തര ഭരണത്തിന് സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനുമായി ബദൽ അധികാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സപ്രന്തിദീൻ പാത്രികീസ് ബാവയ്ക്കും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാർക്കും മലങ്കര മെത്രാപ്പോലിത്തയും കിഴക്കിന്റെ കാതോലിക്കയുമായ കിഴക്കിന്റെ കാതോലിക്ക അല്ല, വഴക്കിന്റെ കാതോലിക്കാണ്, കണ്ടില്ലേ? പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ കത്തയച്ചു. മലങ്കര സഭയിലുണ്ടായ വിഭജനത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് പുതിയ നീക്കമെന്ന് പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്ക് അച്ചടത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ ചൂണ്ടിക്കാട്ടി. സെമിനാരി കേസ് മുതൽ 2017 ജൂലൈ 3 സുപ്രീം കോടതിയിൽ അന്തിമ വിധി വരെയുള്ള കാര്യങ്ങൾ കത്തിൽ വ്യക്തമാക്കുന്നു. മലങ്കര സഭയുടെ 1934 ഭരണഘടനയെ കീഴ്ക്കോടതികൾ മുതൽ പരമോന്നത കോടതി വരെ ഇഴകീറി പരിശോധിച്ച് ആധികാരികമെന്ന് അംഗീകരിച്ചതാണ്. ആ ഭരണഘടന പ്രകാരം മലങ്കര സഭ ഭരിക്കപ്പെടേണ്ടതെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. പുതിയ അധികാര സ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണെന്ന് കത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. സമാധാന ശ്രമങ്ങൾക്കുള്ള സന്നദ്ധത നിരവധി തവണ അറിയിച്ചിട്ടും അതിനോട് പ്രതികരിക്കാതെ നുണയാണത്. സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധതയും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കാണിച്ചിട്ടില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ തന്നെ വൈദിക സംഘം, ഇന്ത്യൻ ഓർത്തഡോക്സിലെ തന്നെ അൽമായരുടെ സംഘം, ഇതര സഭകളുടെ അധ്യക്ഷന്മാരുടെ സംഘം, സഭയിലെ തന്നെ നിയമവിദഗ്ധന്മാരുടെ ഒരു സംഘം, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഉൾപ്പെട്ട സംഘം, ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നുള്ള സംഘം, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി സംഘം, 7 സംഘങ്ങൾ സമാധാന പരിശ്രമത്തിന് പോയതിൽ 7 സംഘങ്ങളും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: സമാധാന പരിശ്രമങ്ങളോട് പുറംതിരിഞ്ഞു നിന്നത് കഞ്ഞിക്കുഴി കാതോലിക്കായും കൂട്ടരുമാണ്. കഞ്ഞിക്കുഴി കാതോലിക്കായും കൂട്ടരുമാണ്. ആദ്യകാലത്ത് ഞാനും ഈ സമാധാന പരിശ്രമങ്ങളുടെ സംഘത്തിൽ വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്നു. എൻ്റെ സ്വരവും അതായിരുന്നു. മലങ്കര സഭ ഒരു സഭയാണ്. കഴിഞ്ഞ കാലത്തെ മുറിവുകളൊക്കെ മറന്ന് ഐക്യത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും പോകണമെന്നായി. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ടോണ് മാറിയത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും ഞങ്ങൾ സമാധാനത്തിനില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കഞ്ഞിക്കുഴി കാതോലിക്കായി സംഘവും വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ടോൺ മാറ്റിയത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നോമ്പ് പിടിക്കുന്ന സമയത്ത് തൊട്ടു മുമ്പ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ മലങ്കര സന്ദർശിച്ചപ്പോൾ കഥകടച്ച് അകത്തിരുന്നു ദേവലോകം കാതോലിക്കായും കൂട്ടരും. എന്നിട്ട് ഇപ്പോൾ ഈ കത്തിൽ കൊടുക്കുകയാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്ക് കത്തയച്ചു. എന്തിനാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്ക് ഇപ്പോൾ കത്തയക്കുന്നത്? അദ്ദേഹം കേരളത്തിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാമായിരുന്നല്ലോ. കേരളത്തിലുള്ള എല്ലാ ക്രിസ്തീയ സഭകളുടെയും പ്രതിനിധികൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. നിങ്ങൾക്ക് എന്തേ പറ്റിയില്ല? നിങ്ങളിപ്പോൾ ഭയപ്പെട്ടു. നിങ്ങളുടെ എന്തോ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പാത്രിയർക്കീസ് ബാവ തിരിച്ചു പോയ ഉടൻ തന്നെ കോട്ടയത്ത് നിങ്ങൾ ശക്തി പ്രകടനം നടത്തി ദയനീയമായി പരിഹാസ്യരായി. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ഏത് തരത്തിലുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരു സമാധാന ശ്രമങ്ങൾക്കും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. എന്തുവേണ്ടി? കേരളത്തിലെ ഒരു തരത്തിലും നമ്മൾ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു സഭയാണ് ഇവാഞ്ചലിക്കൽ വിഭാഗം. മാർത്തോമാ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ ആ ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെട്ട ഒരു അച്ഛനുണ്ട്, ഇസ്ലാമിക വിമർശനമൊക്കെ നടത്തുന്ന ഒരു തേക്കാടയിൽ അച്ഛൻ. ആ അച്ഛൻ പോലും
പറയുന്നു ആ അച്ഛന്റെ മെത്രാനുമായിട്ട് അവർ കുറെ പേര് ദേവലോകത്ത് രാത്രിയിൽ എവിടെയോ പോയിട്ട് ഈ ഇവരെ കണ്ട് സന്ദർശിച്ച് ഈ സഭാകാര്യം ഒന്ന് ചർച്ച ചെയ്യാമെന്ന് കരുതി ചെന്നപ്പം സഭാകാര്യമൊക്കെ പറയാനാണ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പുറത്താക്കിയെന്ന് ആ അച്ഛൻ തന്നെ പറയുന്ന വീഡിയോസ് നമുക്ക് ലഭ്യമാണ്. അതൊരു ചെറിയ ഉദാഹരണമാണ്. അതിനൊക്കെ ഇവിടുത്തെ പ്രാമാണികരമായ സഭകളുടെ അധ്യക്ഷന്മാർ ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ച് ലജ്ജിച്ചു പോയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പോ മലങ്കര റീത്തു സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് ക്ലീമിസ് ബാവ തിരുമേനി ലബാനോനിൽ വാഴ്ചയ്ക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബസേലിയോസ് ക്ലീമിസ് ബാവ തിരുമേനി പലതവണ ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് ഇവർ സംസാരിക്കാൻ പോലും സന്നദ്ധത കാണിച്ചിട്ടില്ല. ഈ വിഷയമല്ല, സംസാരിക്കുകയില്ല. ആ തരത്തിൽ ഇവിടുത്തെ കർദിനാൾമാരായാലും ഇവിടുത്തെ മറ്റ് സഭകളുടെ അധ്യക്ഷന്മാരായാലും ഈ ക്രൈസ്തവ സാക്ഷ്യത്തെ കളയുന്ന വഴിയിൽ ക്രൈസ്തവര് പോലീസിന്റെ മർദ്ദനമേൽക്കുന്നതും ഒരു കൂട്ടരുടെ പള്ളി അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മറുകൂട്ടർ പിടിച്ചെടുക്കുന്നതുമായ വളരെ പ്രാകൃതമായ ഗോത്രീയമായ ആ അക്രമത്തെ കണ്ടിട്ട് മനസ്സുമടുത്ത ക്രൈസ്തവ നേതൃത്വം ഇവരോട് ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ കാതോലിക്ക വാഴ്ചയുടെ ഈ കാര്യം വരുമ്പോൾ മറ്റ് സഭയുടെ പ്രതിനിധികൾ നേതാക്കന്മാർ അതിനോട് സഹകരിക്കുന്നതിന്റെ കാരണം അതാണ്. അല്ലാതെ യാക്കോബായ പക്ഷത്തോട് ഇവിടുത്തെ മറ്റ് ഇതര സഭാ നേതൃത്വത്തിന് പ്രത്യേകിച്ച് മമതയോ കൂറൊന്നുമില്ല. അവര് നിങ്ങൾ ഒരുപോലെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്തത് മുഴുവൻ ഈ പൊതുസമൂഹം കണ്ടോണ്ടായിരിക്കുന്നു, വളരെ സുതാര്യമായിട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അവർ മുന്നോട്ട് നീട്ടിയ സമാധാന ശ്രമത്തിന്റെ കൈകളെ തട്ടിമാറ്റുകയായിരുന്നു. സമാധാന ദൂതുവാഹികളുടെ മുമ്പിൽ നിങ്ങൾ കതക് കൊട്ടിയടയ്ക്കുകയായിരുന്നു. അതിന് ഞാൻ ഈ പറയുന്നത് വളരെ ഉത്തരവാദിത്വത്തോടെയാണ്. നിങ്ങൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കെതിരായി 1000 തെളിവ് നിരത്തുവാൻ എനിക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ ചലഞ്ച് ആരെങ്കിലും ഏറ്റെടുക്കുക. നിങ്ങളുടെ ഇട്ടഞ്ചേരിയോ ആര് വേണമെങ്കിലും ഏറ്റെടുത്തു. അപ്പൊ മലങ്കര സഭയിലുള്ള വിഭജനത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തി ഇഴകീറി പരിശോധിക്കുക. ആ ഭരണഘടന പ്രകാരമാണ് മലങ്കര സഭ ഭരിക്കപ്പെടേണ്ടത്. മലങ്കര സഭയുടെ ആ ഭരണഘടനയിൽ ഒരു പാത്രിയർക്കീസും ഒരു കാതോലിക്കായും ഒരു മലങ്കര അസോസിയേഷനും ഒരു മലങ്കര മാനേജിംഗ് കമ്മിറ്റി ഒരു മലങ്കര മെത്രാപ്പോലിത്തായും ഒക്കെയാണുള്ളത്. അതിൽ ഒരു പാത്രിയർക്കീസും ഒരു കാതോലിക്കായും ഒരു മലങ്കര മെത്രാപ്പൊലിത്തയുമായി യാക്കോബായ സഭ ഇവിടെ നിലനിൽക്കും. അതിൽ സംശയമൊന്നും വേണ്ട. നിങ്ങൾ അതിനോട് എന്ത് ചെയ്തു? പുറംതിരിഞ്ഞു. ഒരു പാത്രിയർക്കീസ് എന്നുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്തു? നിഷേധിച്ചു. സ്വന്തം ശിരസിനെ നിങ്ങൾ അറുത്തു മാറ്റി. അപ്പൊ പിന്നെ ശിരസില്ലാത്ത കബന്ധം മാത്രമാണ് നിങ്ങൾ, തലയില്ലാത്ത ഉടല്. അത് നിങ്ങൾ തന്നെ സ്വയം നേടിയെടുത്ത വിധിയാണിത്. പുതിയ അധികാര സ്ഥാനങ്ങളല്ല സൃഷ്ടിക്കുന്നത്. പരമ്പരാഗതമായ അധികാര സ്ഥാനമാണ് കാതോലിക്ക. അത് പാത്രിയർക്കീസിന്റെ കാതോലിക്കയാണ്, പാത്രിയർക്കീസാണ് വാഴിക്കേണ്ടത്. അതാണ് കാനോനികമായി വാഴിക്കപ്പെടുന്ന കാതോലിക്ക. അതുപോലെ സമാധാന ശ്രമങ്ങൾക്കുള്ള സന്നദ്ധത നിരവധി തവണ അറിയിച്ചിട്ടും അതിനോട് പ്രതികരിക്കാതെ സമാന്തര ഭരണവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഖേദകരമാണ്. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നമ്മുടെ കാലം ചെയ്ത പാത്രിയർക്കീസ് മോറാൻമാർ ഇഗ്നേഷ്യസ് സാഖാ പ്രഥമൻ ബാവ തിരുമേനിയുടെ കാലത്ത് സമാധാന ആഹ്വാനവുമായി 12 തവണ സാഖാ ബാവ ദേവലോകം കാതോലിക്കയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 12 തവണ. ഒരു സിംഗിൾ ടൈമിൽ പോലും ഇവർ തിരിച്ച് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല. മറിച്ച് ആ കത്തുകളെ അവഗണിക്കുകയാണ് ചെയ്തത്. കാരണം ഇവർക്ക് കിട്ടിയ നിയമോപദേശം അതിനോട് ഏത് വിധത്തിൽ പ്രതികരിച്ചാലും ആ പ്രതികരണ കത്ത് കോടതിയിൽ വരും, കേസിനെ ദോഷമായി ബാധിക്കും. അതുകൊണ്ട് ഇവർ കിട്ടുന്ന കത്തുകൾ കട്ടിലിൻ കീഴെ വെച്ചുകൊണ്ടിരുന്നു. ഒരു കത്തിന് പോലും നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ചെകുത്താൻ വേദം ഓതുന്നു എന്ന് പോലെ നിങ്ങൾ പറയുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സഭാ കേസിൽ ആദ്യം മുതൽ വളരെ നിഷ്പക്ഷമായിട്ട് വളരെ നീതിപൂർവമായിട്ട് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ സഭ ജനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി, ഭാവിയിലെ കരുതലിന് വേണ്ടി ഈ സഭയുടെ ഭിത്തിയെ ബലവത്താക്കി കൊണ്ടുപോകണം എന്നുള്ള യാതൊരു ഉദ്ദേശവും നിങ്ങൾക്കില്ല. ഈ സഭയെ ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് കഞ്ഞിക്കുഴി കാതോലിക്കയും കൂട്ടരും ചെയ്യുന്നത്. അത് ധാർമ്മികമായിട്ടായാലും
സാൻമാർഗികമായിട്ടായാലും ആരാധനാപരമായിട്ടായാലും ദൈവശാസ്ത്രപരമായിട്ടാണെങ്കിലും, ദൈവശാസ്ത്രപരമായി ഈ സഭയ്ക്ക് നിങ്ങൾ ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. കാരണം സഭയിൽ കുർബാനയുടെ കാഴ്ചവെപ്പിന് അല്ലെങ്കിൽ കൈകസ്തൂരി കൊടുക്കുന്ന സമയത്തൊക്കെ പാടാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സുറിയാനി സഭയുടെ പിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത ഒരു ദൈവനാമത്തിൽ ഗീതങ്ങൾ ഉണ്ടാക്കി. യഹോവ എന്ന നാമം ഒരു സുറിയാനി പിതാവും ചൊല്ലിയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ കേൾക്കാത്ത ദൈവനാമം നമ്മൾ നാവിൽ ഉച്ചരിക്കുന്നത് പിതാക്കന്മാരോടുള്ള അവഹേളനമാണ്. ഈ യഹോവ എന്നാണ് ദൈവത്തിന്റെ നാമം. ശരി, നിങ്ങളുടെ പിതാക്കന്മാർ ആ നാമത്തിലാണോ പ്രാർത്ഥിച്ചത്? ഇല്ല സാർ, അവർക്ക് അറിവില്ലായിരുന്നു. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിവ് കിട്ടി? അത് പുതുതായിട്ട് അതെ, നവീന മൂർത്തിയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. സുറിയാനി സഭയുടെ പുരാതന ലിറ്റർജിയിൽ അങ്ങനെ ഒരു നാമമില്ല. അങ്ങനെ ഒരു ദൈവനാമം ഇല്ലാത്തപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാർ കൊണ്ടെത്തന്ന ആ ദൈവനാമം വെച്ച് നിങ്ങൾ കീർത്തനങ്ങൾ എഴുതുന്നു. ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു എല്ലാ മേഖലയിലും. കാരണം ഉരിയപ്പെട്ട പൗരോഹിത്യത്തിൽ നിന്ന് മോർ മിലിത്തിയോസും മോർ അത്താനാസിയോസുമാണ് ഈ കുൽസിതം മലങ്കരയിൽ കൊണ്ടുവരുന്നത്. കാരണം അവരുടെ പൗരോഹിത്യം ഉരിയപ്പെട്ടത് കൊണ്ട് അവരുടെ സുബുദ്ധി നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്. അപ്പൊ അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നെന്നു വെച്ച് കഴിഞ്ഞാൽ ധാർമ്മികമായി, കാരണം കേരളത്തിൽ നിങ്ങൾ ധാർമ്മികതയ്ക്ക് ഒരു പുതിയ നിർവചനം കൊടുക്കുകയാണ്. അന്യന്റെ വസ്തുക്കളെ പിടിച്ചെടുക്കും, അധാർമികമാണ്. അധാർമികമായ സ്വത്ത് സമ്പാദനം. അപ്പോൾ മലങ്കര സഭയുടെ മോറലിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചെറുപ്പക്കാർക്ക്, പുതുതലമുറയ്ക്ക്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത വിധം ഹീനവും നിന്ദ്യവും അധാർമികവുമായ കർമ്മങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടു. അസന്മാർഗികമാ സഭയിലെ അച്ഛന്മാർ, മെത്രാന്മാർ അസന്മാർഗികതയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന വീട്ടിലെ കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് നാട് വിട്ടോടിപ്പോകുന്ന മെത്രാന്മാർ, സ്വവർഗരതിയുടെ ആരോപണവുമായിട്ട് ചെറുപ്പക്കാർ പറയുന്നു ഈ ആളെന്നെ പീഡിപ്പിച്ചു. എല്ലാത്തിനും നിശബ്ദമാക്കുകയാണ്. ഒരു കുംഭസാരത്തിന്റെ വേളയിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞ വീട്ടമ്മയെ 5 വൈദികർ ചേർന്ന് നിരവധി തവണ പീഡിപ്പിക്കുകയും അവരിൽ നിന്ന് പണം തട്ടുകയും ചെയ്തു. ഇപ്പൊ ഏറ്റവും പുതിയ ഒരു സിനിമയുണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഞാൻ ഇന്നലെ ആ സിനിമയെ പറ്റി വായിച്ചു. അത് ഇന്നത്തെ കേരളത്തിലെ ചിത്രത്തെയാണ്. കാരണം ലൈംഗികമായ ആളുകളെ ചൂഷണം ചെയ്യുക, അവരുടെ പണം തട്ടുക. അപ്പൊ ഞാൻ ഓർത്തു, ഇത് പുതിയൊരു സംഭവമായിട്ട്, വലിയ ഭീകരമായിട്ട് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ആ സിനിമയെ പറ്റി ചർച്ചയാകുമ്പോൾ അത് എത്രയോ വർഷം മുമ്പ് ഓർത്തഡോക്സിലെ വൈദികർ ആവിഷ്കരിച്ചു. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, അവരുടെ സ്വത്ത് തട്ടുകയും ചെയ്തത് ഇവിടെ ഓൾറെഡി ഇന്റർനെറ്റ്. എന്നിട്ട് നിങ്ങൾ അവർക്കെതിരെ എന്ത് മാതൃകാപരമായ ശിക്ഷയാണ് നടപ്പിലാക്കിയത്? ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനെ തുടർന്ന് ആ വാർത്ത പുറത്തറിഞ്ഞ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. അത് ചെയ്ത വൈദികൻ ഇപ്പോഴും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ശുഭഹോലോ വാലൂഹു. അസന്മാർഗികതയാണ്. അപ്പോ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഈ കഞ്ഞിക്കുഴി കാതോലിക്കായി സംഘവും അധാർമികതയും അസന്മാർഗികതയും. അപ്പോൾ നിങ്ങൾ സഭയെ ക്ഷയിപ്പിക്കുന്നത് എങ്ങനെയാ? ധാർമ്മികമായി, സാൻമാർഗികപരമായി, ദൈവശാസ്ത്രപരമായി, ആരാധനാപരമായി. ആരാധനാ ഗീതങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവഹേളിക്കുന്നു, തുബ്ദനെ വെട്ടിച്ചുരുക്കുന്നു, റഷ്യൻ മണം ഇവിടെ കഞ്ഞിക്കുഴി വഴി അടിപ്പിക്കുന്നു. അപ്പോൾ ഏത് മേഖലയിൽ നോക്കിയാലും സാമൂഹ്യപരമായി സഭയെ ക്ഷയിപ്പിക്കുന്നു. കാരണം ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടു. വയനാട്ടിൽ ചൂരൽമലയിൽ ഭൂകമ്പമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, അവിടെ വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ വക ഒരു തള്ള് എന്താണ്, 50 വീടുകൾ വെച്ചു കൊടുക്കും. 5 വീടെങ്കിലും വെച്ചു കൊടുത്തോ? ആശാ വർക്കർമാരുടെ സമരത്തിൽ ഒരു സ്ത്രീക്ക് ജപ്തി നോട്ടീസ് വന്നപ്പോൾ പറയുന്നു ഞങ്ങൾ അത് അടയ്ക്കും, പിന്നെ പറയുന്നു അതിന്റെ ഒരു അംശം അടയ്ക്കും. അപ്പൊ സമൂഹത്തിൽ പരിഹാസ്യമാവുകയാണ് സാമൂഹ്യമായിട്ട്. അതുപോലെ രാഷ്ട്രീയമായിട്ട് സകല രാഷ്ട്രീയ കക്ഷികളോട് കലഹിക്കുകയും ഭരിക്കുന്ന പാർട്ടിയോട് പോലും വെല്ലുവിളിക്കുകയും മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി ഒറ്റപ്പെടുന്നു. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരു തരത്തിലും ഹോപ്പില്ല. കാരണം ഈ കഞ്ഞിക്കുഴി കാതോലിക്കായുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഏതെല്ലാം മേഖലകളിലാണ് പിന്നോട്ട് പോകുന്നത്, ഏതെല്ലാം മേഖലകളിലാണ് ക്ഷയിക്കുന്നതെന്ന് ചോദിച്ചാൽ സാൻമാർഗികമായി, ധാർമ്മികമായി, സാമൂഹ്യ ശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, ദൈവശാസ്ത്രപരമായി, ആരാധനാപരമായി. അതുകൂടാതെ
പാട്രിസ്റ്റിക്കലി, കാരണം പൈതൃകമായി, കാരണം മാർത്തോമൻ പൈതൃകം എന്ന് പറഞ്ഞൊരു ജാഥ നടത്തി എന്നുള്ളതല്ലാതെ പൈതൃകമായ വലിയൊരു ക്ഷയം. അതെങ്ങനെയാണ് വരുന്നത്? അന്ത്യോക്യൻ പാത്രിയർക്കീസും പരിശുദ്ധ സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടുന്നതോടുകൂടെ. കാരണം ഇത്രയും നാൾ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടും മറയിട്ടും ഒക്കെ ആ ബന്ധം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന പരുവത്തിൽ കൊണ്ടുപോയി ഇനി ഈ പുതിയ കാതോലിക്ക ബാവ, അതായത് ബെസേലിയസ് ജോസഫ് ബാവ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും നടക്കില്ല. സുറിയാനി സഭയുടെ പിതാക്കന്മാരെയോ പൈതൃകത്തെയോ പഴയതുപോലെ ഗോപ്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. കാരണം അതിനെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങളുണ്ടാകും, കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടാകും. കാരണം സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എന്നേക്കും വിച്ഛേദിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ആ സുറിയാനി പിതാക്കന്മാരെ, അതുകൊണ്ടാണ് മോർ സേവേറിയോസ് അന്ത്യോക്യയുടെ പാത്രിയർക്കീസിനെ 5-ാം തുബ്ദേനിൽ വിശേഷിപ്പിക്കുന്നത് സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ്. അതിനകത്ത് ഞങ്ങളുടെ പാത്രിയർക്കീസ് എന്നുള്ളത് ഇവർ മുറിച്ചു, സുറിയാനിക്കാരുടെ കിരീടം എന്നുള്ളത് മുറിച്ചു, പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലം എന്നുള്ളത് മുറിച്ചു, ദൈവത്തിന്റെ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും എന്നുള്ളത് മുറിച്ചു, മുഴുവൻ മുറിച്ചു. അതായത് നിങ്ങൾക്ക് പാട്രിസ്റ്റിക്കൽ പോവർട്ടി, പൈതൃക ദാരിദ്ര്യം വരും. 7 മേഖലയിൽ ഈ IOC-യെ നാശത്തിലേക്ക്, ക്ഷയത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഈ കാതോലിക്ക, അഥവാ ഈ കഞ്ഞിക്കുഴി കാതോലിക്ക. അപ്പൊ കഞ്ഞിക്കുഴി കാതോലിക്ക മലങ്കര ക്രിസ്ത്യാനികളുടെ എല്ലാ മേഖലയിലും വലിയ അധപ്പതനത്തെ കൊണ്ടുവരുമ്പോൾ മലങ്കര സഭയുടെ പ്രത്യാശയായിട്ട് കാനോനിക കാതോലിക്ക വരുന്നുണ്ടെന്നുള്ളതാണ് മലങ്കരയിലെ സഭയിലുള്ള ആളുകൾക്ക് സന്തോഷം. നിങ്ങൾക്കറിയാം, ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന അനേക പള്ളികൾ, അനേക ഇടവകക്കാർ പുതിയ കാതോലിക്ക ബാബയുടെ വരവിനെ വളരെ ആശ്വാസത്തോടെയും വളരെ പ്രതീക്ഷകളോടെയുമാണ് നോക്കിക്കാണുന്നത്. മലങ്കര സഭയുടെ സമവാക്യങ്ങൾ, സാമ്പത്തിക സമവാക്യങ്ങൾ, സാമൂഹിക സമവാക്യങ്ങൾ വരും ദിവസങ്ങളിൽ മാറി. നിങ്ങൾ ചിന്തിക്കാത്ത മേഖലകളിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടികളാണ് നേരിടാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കാനോനികമായി വാഴിക്കപ്പെടുന്ന ഒരു കാതോലിക്കായുടെ സാന്നിധ്യം മലങ്കരയിൽ വരുമ്പോൾ മലങ്കര സഭയിലെ മക്കൾ തേനീച്ചകൾ അതിന്റെ റാണിയുടെ പക്കലേക്ക് അടുക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ കാനോനികമായി വാഴിക്കപ്പെടുന്ന പരിശുദ്ധ പത്രോസ്ലീഹായുടെ സൈഹിക സിംഹാസനത്തിൽ നിന്നുള്ള നൽവരങ്ങളെ വഴിഞ്ഞൊഴുങ്ങുന്ന കാതോലിക്കേറ്റ് സ്ഥാപനത്തോട് മലങ്കരയിലെ മക്കൾ അടുക്കും. അതിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് സമാധാനത്തിനുള്ള കൈനീട്ടുവാൻ 1000 തവണ അവസരമുണ്ടായിരുന്നു. ഇനി ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ നിങ്ങൾ അധികം പേരോട് റെഫർ ചെയ്യേണ്ട. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന, ഇപ്പോഴും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു വിശ്വസ്ത അംഗമായിരിക്കുന്ന, കാതോലിക്ക ബാബയുടെ കണ്ണിലുണ്ണിയും ഒക്കെ ആയിരിക്കുന്ന ശ്രീമാൻ ജിജി തോംസൺ IAS അവരോട് വിളിച്ചു ചോദിക്കുക, സമാധാന ശ്രമത്തോട് ഇവരെങ്ങനെയാണ് പ്രതികരിച്ചത്. ഞാൻ ചുമ്മാ പറയുന്നല്ല, നിങ്ങൾ വിളിച്ചു ചോദിക്കും, ഞാൻ പറയുന്നല്ല. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ പറഞ്ഞ ഈ സമാധാന ശ്രമത്തിന് ഇവർ എതിരായിരുന്ന നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയും. എന്നിട്ട് ഇപ്പൊ പറയാണ് സമാധാന പരിശ്രമത്തോട് പുറംതിരിഞ്ഞു നിന്നു. ഒരിക്കലുമില്ല. കാരണം ഈ 7 മേഖലകളിലേക്ക് നിങ്ങൾ സഭയെ അധപ്പതനത്തിൽ നയിക്കുകയാണ്. ഞാൻ വെറുതെ അല്ല പറഞ്ഞു, എണ്ണി 7 മേഖല പറഞ്ഞു. 7 മേഖലകളിൽ 7 ഏരിയാസ് നിങ്ങൾക്ക് ഡിക്ലിനേഷൻ ആണ് സംഭവിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഈ വഴക്കിന്റെ കാതോലിക്കയാണ് ആ ഡിക്ലിനേഷനെ കൊണ്ടുവരുന്നത്. ഈ വഴക്കിന്റെ കാതോലിക്കയോട് കൂടെ കുറെ ഗൂണ്ടകൾ മാത്രമാണ് അവിടെ ഉള്ളത്. സുബോധമുള്ള, വെളിവുള്ള, നെറിവുള്ള ഒരാളും ആ കാതോലിക്കയുടെ സംഘത്തിലില്ല. നിയമവിരുദ്ധമായ വാഴിക്കൽ ചടങ്ങിൽ നിന്ന് പിന്മാറണമെന്ന് കത്തിലൂടെ ആവശ്യപ്പെട്ടു. ക്രൈസ്തവ ഐക്യത്തിനായി ലോകം പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിഭജനത്തിന്റെ ബാധ്യത പ്രോത്സാഹിപ്പിക്കരുതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. എങ്ങനെയാണ് ക്രൈസ്തവ ഐക്യം? വല്ലവന്റെ പള്ളി പിടിക്കുകയും മെത്രാന്മാരെ കുനിച്ചു നിർത്തി കൂമ്പിരിടിക്കുകയും ചെയ്തിട്ടാണ് ദേവലോകത്തെ കാതോലിക്ക ഐക്യം കൊണ്ടുവരുന്നത്. മലങ്കര സഭയിലെ വിഘടിത വിഭാഗം കോടതി വിധികൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന സമാന്തര ഭരണ നീക്കങ്ങൾ ഭാരതത്തിന്റെ നിയമ സംവിധാനങ്ങളുടെ വെല്ലുവിളിയും ക്രൈസ്തവ സാക്ഷ്യത്തിന് നിരക്കാത്തതുമാണെന്ന് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാതലവന്മാർക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗൗരവപൂർവ്വ വിഷയത്തെ കാണണമെന്നും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാതലവന്മാർക്കുള്ള കത്തിൽ പറയുന്നു. ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായിട്ട് ഈ കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കഞ്ഞിക്കുഴി സംഘത്തിന് ഓറിയന്റൽ സഭാ സമൂഹത്തിൽ ഉള്ള ബന്ധം സുറിയാനി സഭയുടെ ഭാഗം എന്ന നിലയ്ക്കാണ്.
അല്ലാതെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഗോത്ര വിഭാഗത്തെ ഓറിയന്റൽ സഭകൾ തങ്ങളുടെ അംഗസഭയായിട്ട് അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ്? മലങ്കര സഭ എന്ന പേരിൽ മലങ്കര സഭയുടെ ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട്, ദാറ്റ്സ് എത്നിക് ഐഡന്റിറ്റി ഓഫ് മലങ്കര ഡയോസിസ്. അപ്പൊ എത്നിക് ഐഡന്റിറ്റി ഓഫ് മലങ്കര ഡയോസിസ് made that diocese distinct. So this is a distinct, at the same time indivisible part of Syriac Church. അപ്പോ ഒരേ സമയം അവിഭാജ്യവും അതേസമയം വ്യതിരിക്തവുമായ ഒരു ഇടവകയാണ് മലങ്കര ഇടവക. അതുകൊണ്ട് മലങ്കര സഭയെ ഓറിയന്റൽ സഭാ കൂട്ടായ്മകളിലെ അംഗസഭയായി ആക്കണമെന്ന് പറഞ്ഞത് പാത്രിയർക്കീസ് ബാവയാണ്. പാത്രിയർക്കീസ് ബാവയുടെ ശുപാർശ പ്രകാരമാണ് മലങ്കര സഭ ഓറിയന്റൽ സഭകളുടെ അംഗസഭയായിരിക്കുന്നത്. ഇനിയും ഓറിയന്റൽ സഭാ സമൂഹത്തിൽ മലങ്കര സഭ ഒരംഗസഭയായിരിക്കും. പക്ഷെ അതിന്റെ റെപ്രസെന്റേറ്റീവ് ബസേലിയോസ് ജോസഫ് ബാവയായിരിക്കും. ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിൽ മലങ്കര സഭ കാണും, ആ പ്ലേസ് അവിടെ കാണും. ആ പ്ലേസിൽ, ആ സീറ്റിൽ ഇരിക്കുന്നത് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയായിരിക്കും. അതാണ് വ്യത്യാസം. അല്ലാതെ ഓറിയന്റൽ കൂട്ടായ്മയിൽ നിന്ന് മലങ്കര സഭ പുറത്തു പോവില്ല. ഓറിയന്റൽ കൂട്ടായ്മയിൽ മലങ്കര സഭ ഉണ്ടാവും. പക്ഷെ ഇനി നിങ്ങളുണ്ടാവണമെങ്കിൽ നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ നാറ്റോയിൽ ചേരാൻ മറ്റേ ഉക്രൈൻ നടക്കുന്ന പോലെ നിങ്ങൾ നടക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഇതാണ് വസ്തുത. നിങ്ങൾ ചുമ്മാ കത്തയച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ടൊന്നും കാര്യമില്ല. കൃത്യമായിട്ട് കാര്യമാണ്. അപ്പൊ ഇതാണ് വസ്തുത. ഇനി പൊതുസമൂഹം മനസ്സിലാക്കാൻ വേണ്ടി ഈ കഞ്ഞിക്കുഴി കാതോലിക്കായി സംഘവും ഒരു പള്ളിപിടുത്ത കൊള്ളസംഘം മാത്രമാണ്. കാരണം ഇവരിൽ യാതൊരു ആത്മീയതയുമില്ല, ഇവർക്ക് യാതൊരു ചരിത്രബോധവുമില്ല, ഇവർക്ക് യാതൊരു തരത്തിലുള്ള ശ്ലൈഹിക പിന്തുടർച്ചയുമില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞ 7 മേഖലകളിലെ ഡിക്ലിനേഷനാണ്. ദ ഡിക്ലിനേഷൻ ഇൻ 7 ഏരിയാസ്. ഇതിനെപ്പറ്റി ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വൈദിക വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യട്ടെ, അവിടുത്തെ ദൈവശാസ്ത്ര വിശാരദന്മാർ ചർച്ച ചെയ്യട്ടെ, അവിടുത്തെ നിയമജ്ഞന്മാർ ചർച്ച ചെയ്യട്ടെ, അവിടെ വെളിവും വെള്ളിയാഴ്ചയും അവശേഷിക്കുന്ന ഓരോ വ്യക്തികളും ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ ചിന്തിക്കും, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ മുഖവലിക്ക് എടുക്കണ്ട. പക്ഷെ ഇത് വസ്തുതാപരമായി വിശകലനം ചെയ്തിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ 7 മേഖലകളിൽ സഭ അധപ്പതനത്തിന്റെ പാതയിലാണോ അല്ലയോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്യൂ. പക്ഷെ നിങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലല്ലോ. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ, ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, ഒരാൾക്ക് മാത്രമേ അഭിപ്രായം പറയാൻ പറ്റൂ. അതാണ് 934 ഭരണഘടന എന്ന വലിയ ട്രാപ്പ്. നിങ്ങൾ ആ ഭരണഘടന സൂക്ഷിച്ചു വായിക്കൂ. മലങ്കര കാതോലിക്കല്ലാതെ മെത്രാന് പോലും അധികാരമില്ലാത്ത, മെത്രാനെ പോലും മൗനമാക്കുന്ന, അടിച്ചമർത്തുന്ന, മെത്രാന്മാരുടെ പോലും കൈകാലുകളിൽ ചങ്ങലയിടുന്ന ഒരു അടിമത്തത്തിന്റെ തീട്ടൂരമായ 34-നെയാണ് നിങ്ങൾ പൊക്കിപ്പിടിക്കുന്നത്. അപ്പൊ അതിനെതിരെ അൽമായരുടെ ശബ്ദം ഉയരണം. അപ്പോൾ ഇവിടെ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതെന്താണ് ആ പുതിയ സാധനം? ഒരു പുതിയ സാധനം എന്ന് പറയുന്നത് ഒരു പത്രക്കുറിപ്പാണ്. അത് ഇതാണ്, മംഗളം പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. മറ്റൊരു സഭയെങ്കിൽ മലങ്കര സഭയുടെ പള്ളികൾ തിരികെ നൽകണം ഓർത്തഡോക്സ് സഭ. തങ്ങൾ മറ്റൊരു സഭയാണെന്നും സഹോദരി സഭയെ തുടരാനാണ് ആഗ്രഹിക്കുന്ന യാക്കോബായ വിഭാഗം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മലങ്കര സഭയുടെ ഭൗതിക സൗകര്യങ്ങൾ തിരികെ നൽകണമെന്ന് ഓർത്തഡോക്സ് സഭ. ഇതാണ് 2025 ഏറ്റവും മികച്ച തമാശ. ഇത് രണ്ടും 2 സഭയാണെന്ന് 2024 ഡിസംബർ മാസം സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ആരാണ്? ഈ കഞ്ഞിക്കുഴി കാതോലിക്കയാണ്. ഇത് 2 സഭയാണ്, ഇതൊരു സഭയല്ല. നമുക്ക് മനസ്സിലായത് കാരണം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കേരളം സന്ദർശിച്ചപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഇവർ. ഒരു സഭയായിരുന്നെങ്കിൽ തങ്ങളുടെ സഭാ തലവനെ അവർ എന്ത് ചെയ്തേനെ? സന്ദർശിച്ചേനെ, സ്വീകരിച്ചേനെ. ഇത് രണ്ടിനും അവർ തുനിഞ്ഞില്ല. ഇനി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാമായിരുന്നു. ദേവലോകം കൂടെ സന്ദർശിക്കൂ, പരുമല പള്ളിയിൽ പരുമല തിരുമേനിയുടെ കബറിങ്കൽ ഒരു ധൂപം വെക്കണമെന്നുള്ളത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ ലോങ് ടൈം വിഷാണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു? ഗ്രേഷ്യസ്ലി ഗ്രാൻഡ് ചെയ്യാമായിരുന്നു. പിതാവെ വരിക, നമുക്ക് അവിടെ പോകാം. പക്ഷെ നിങ്ങൾ ഒരു തരത്തിലും ഒരു സൗമനസ്യവും കാണിച്ചില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ യാക്കോബായ പള്ളികൾ,
അല്ലെങ്കിൽ ഇപ്പോൾ പരിമല അരികുപുറത്ത് കുടുംബക്കാർ സ്ഥലം ദാനം ചെയ്ത് അരികുപുറത്ത് കുടുംബക്കാർ 40 സെന്റ് സ്ഥലം കൊടുത്തിട്ടാണ് ഈ പരിമല പള്ളി വെച്ചിരിക്കുന്നത്. ആ പരിമല പള്ളി പത്രോസ് പൗലൂസ് ലീഹന്മാരുടെ നാമത്തിലാണ് വെച്ചിരിക്കുന്നത്. പത്രോസ് പൗലൂസ് ലീഹന്മാരുടെ നാമത്തിൽ പള്ളി വെക്കുക എന്നുള്ളത് സുറിയാനി സഭയുടെ പാരമ്പര്യമാണ്. അതൊരിക്കലും കഞ്ഞിക്കുഴിക്കാര് കണ്ടുപിടിച്ചതല്ല. അപ്പൊ അവര് കൊടുത്തിരിക്കുന്നതിൽ പോലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ശ്ലൈഹിക നൽവരത്തിന് കീഴിൽ ശുശ്രൂഷിക്കുന്ന വൈദികർക്ക് ബലിയർപ്പണം നടത്തുവാനും ഇതര കൂദാശകൾ അനുഷ്ഠിക്കുവാനുമാണ് ഈ പള്ളിക്ക് ഞങ്ങൾ സ്ഥലം കൊടുക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പള്ളികളുടെ മൂല ആധാരങ്ങൾ പരിശോധിച്ചാൽ പള്ളികളെല്ലാം അക്ഷരാർത്ഥത്തിൽ പള്ളികളെല്ലാം നിങ്ങൾ അതിന്റെ അന്തസത്തയെ പരിശോധിച്ചാൽ പള്ളികളെല്ലാം തന്നെ പരിശുദ്ധ സിംഹാസനത്തിന് അല്ലെങ്കിൽ അന്ത്യോക്യ പാത്രിയർക്കീസിന് എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ പള്ളികൾ കൂദാശ ചെയ്യുന്നതിന് മുമ്പ് മലങ്കര മെത്രാപ്പോലിത്തക്ക് എഴുതി കൊടുക്കണമെന്ന് ഇവർ ശാഠ്യം പിടിക്കുന്നത്. ഇടവക്കാരുടേതല്ലേ പള്ളികൾ, എന്തിനാണ് മലങ്കര മെത്രാപ്പോലിത്തക്ക് എഴുതി കൊടുക്കുന്നത്? കാരണം പൂർവികമായി പള്ളികളൊക്കെ തന്നെ, അത് പുതുപ്പള്ളി പള്ളി ആയാലും മണറാട് പള്ളി ആയാലും, ഈ പള്ളികളെല്ലാം പരിശുദ്ധ സിംഹാസനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്, സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പൊ പള്ളികളുടെ സ്ഥാപന ഉദ്ദേശം പരിശോധിച്ചാൽ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പൊ 2017 സുപ്രീം കോടതി വിധി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിധിയും ഇരുമ്പൊലക്കെ അല്ല. സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി വിധികൾ തെറ്റാം, തെറ്റുന്ന വിധികൾ പുനഃപരിശോധിക്കേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്. 2024 ഒരു സുപ്രീം കോടതി വിധി സുപ്രീം കോടതി തന്നെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുത്തപ്പെടാത്ത ഒരു വിധിയുമില്ല, മാറിപ്പോകാത്തതായിട്ടൊന്നുമില്ല. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ ഉണ്ണി, ബാക്കിയെല്ലാം മാറും. അപ്പൊ അതുകൊണ്ട് പള്ളികളുടെ സ്ഥാപന ഉദ്ദേശങ്ങൾ നിഷ്പക്ഷമായി പരിശോധിക്കുന്ന, നീതിപൂർവമായി നിലപാടെടുക്കുന്ന ഒരു ഭരണകൂടം നിലവിൽ വരുന്ന, ആ ആർജവത്വമുള്ള ഒരു ഭരണകൂടത്തിന്റെ കാലം വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ജനവഞ്ചന തുടരുവാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറഞ്ഞ് പള്ളികളിൽ ആരാധനയ്ക്ക് കൂടി വരുന്ന നിങ്ങൾ ചിന്തിക്കുക, കഞ്ഞിക്കുഴിയിൽ എന്ത് ശ്ലൈഹിക നൽവരമാണ് പുറപ്പെടുന്നത്? കഞ്ഞിക്കുഴിയിൽ ഏതാണ് ശ്ലൈഹിക സന്ദർശനം ഉണ്ടായത്? ഇപ്പോ ഈ മാർസ്ലീവ ആശുപത്രി ചേർപ്പുങ്കൽ വന്നപ്പം പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് അതുവഴി എങ്ങാണ്ട് മാർത്തോമാസ്ലിയ പോയെന്ന്. അങ്ങനെയാണ് ചേർപ്പുങ്കലിൽ നിന്ന് മണറാട് കൂടി കഞ്ഞിക്കുഴി വഴി മാർത്തോമാസ്ലിയയുടെ റൂട്ട് മാപ്പ് ഒന്ന് മാറ്റി വരയ്ക്കാമോ എന്ന് പാലാ ബിഷപ്പിനോട് ചോദിച്ചാൽ ചിലപ്പോൾ മാറ്റി വരയ്ക്കും. അങ്ങനെയാണ് നമുക്ക് കഞ്ഞിക്കുഴിയിൽ മാർത്തോമാസ്ലിയയ്ക്ക് ഒരു സ്റ്റോപ്പ് അനുവദിക്കാം, ഒപ്പിച്ചെടുക്കാൻ നോക്കുക. പക്ഷെ അൻറ്റിൽ ദെൻ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നുള്ള ശ്ലൈഹിക നൽവരങ്ങളെ ആഘോഷിക്കുവാനും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് സത്യവിശ്വാസത്തെ ഉച്ചസ്ഥരം ഘോഷിക്കുന്ന ആരാധനാ ക്രമങ്ങളിലെ ഗീതങ്ങൾ ആലപിക്കുവാനും ഇതര കൂദാശകൾ നിർവഹിക്കുവാനുമായിട്ടാണ് ഈ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഒരു പള്ളിയും സ്ഥാപിക്കപ്പെട്ടില്ല. അപ്പൊ പള്ളികൾ അതിന്റെ സ്ഥാപന ഉദ്ദേശത്തിലേക്ക് പോകണം, അല്ലാതെ ഈ കാട്ടുകള്ളന്മാർക്ക് കൊടുക്കുകയല്ല. അപ്പൊ ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു വൈദികന്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കൂ. ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഈ വൈദികൻ എന്താണ് പറയാനുള്ളത്? പൊതുസമൂഹം കേൾക്കുക, ഇദ്ദേഹം പറയുന്നത് കേൾക്കൂ. 30ഓളം പള്ളികൾ ഇതിനോടകം നാം കൈവശമാക്കി കഴിഞ്ഞു. മനോഹരമായ ഒരു ദേവാലയം കോടികൾ ചെലവഴിച്ച് യാക്കോബായ വിഭാഗം പടുത്തുയർത്തി. കണ്ടോ? അതിനോട് ചേർന്ന് വാടകയ്ക്ക് കൊടുക്കുവാനുള്ള കെട്ടിട സമുച്ചയങ്ങളും ഉണ്ടാക്കി. എന്നും തങ്ങളുടേതായിരിക്കും എന്നുള്ള ഉറപ്പിൽ അവരിത് പണിതുയർത്തിയപ്പോൾ ഓർത്തഡോക്സ് വിഭാഗം കോടതിയോട് പറഞ്ഞു, ഈ പള്ളി പൊളിച്ചു പണിതാൽ അതിന്റെ പേരിലുള്ള അവകാശം ഞങ്ങൾക്ക് നഷ്ടമാകാൻ പാടില്ല. യാക്കോബായ വിഭാഗം കോടതിയിൽ അണ്ടത്തേക്കും എടുത്തു. ഓർത്തഡോക്സ് സഭയ്ക്കാണ് ഈ പള്ളിയുടെ അവകാശം. ഒരു വിധി ഉണ്ടാകുന്ന കാലം നിങ്ങൾ ഇത് നിരുപാധികം വിട്ടുകൊടുത്തുകൊള്ളാം. ബാവതിരുമേനി, ഇന്ന് ബാവാതിരുമേനി ഇവിടെ പോയല്ലോ, ഇന്ന് അവിടെ ദിവ്യ ബലി അർപ്പിച്ചല്ലോ. അവര് പണിത് നമുക്കുണ്ടാക്കി തന്നില്ലേ? ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്നിട്ട് യാക്കോബായ ഇതുപോലൊരു ഭാഗ്യമുണ്ടോ? അന്യന്റെ മുതൽ പിടിച്ചെടുത്തിടുവാൻ ഇതുപോലൊരു ഭാഗ്യമുണ്ടോ?
എന്തൊരു ഭാഗ്യം. നിങ്ങൾ കേട്ടല്ലോ, യാക്കോബായക്കാർ അധ്വാനിച്ച് പണം മുടക്കി വാങ്ങിച്ച വസ്തു, പണിത പള്ളിയും പിടിച്ചെടുത്ത ബാവ ഭാഗ്യവാൻ. നിങ്ങൾ കേട്ടല്ലോ, കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം ഈ വീഡിയോ. അതിനാ ഞാനിത് വെക്കുന്നത്. സ്വന്തമായിട്ടുണ്ടാക്കിയ പള്ളികൾ മലങ്കര സഭയിലെ പള്ളികളാണ് എന്ന നിലയിൽ ലിസ്റ്റിൽ അദ്ദേഹം ചേർത്തു, ഭൂരിപക്ഷം കിട്ടാൻ. തോമസ് പ്രവൻ ബാബ തിരുമേനി ആ പള്ളികളും ഞങ്ങൾ കൊണ്ടുപോയി. കണ്ടോ, ആ താടി നീട്ടിയിരുന്ന് ചിരിക്കുന്നയാളാണ് പൗലോസ് ദിദിയൻ ബാവ. അദ്ദേഹം കാലം ചെയ്തു പോയി, അദ്ദേഹത്തെ അടക്കി, അദ്ദേഹം ഇല്ല. പക്ഷെ അദ്ദേഹം ചിരിക്കുന്ന ആ ചിരി കണ്ടോ, ആ സന്തോഷം കണ്ടോ. എന്നേക്കും ഈ പള്ളികളുടെ അധിപനായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി പ്രസംഗം കേട്ട് പുളകിതനായിട്ടിരുന്ന മനുഷ്യനാണ്. ആ പ്രസംഗം കേട്ട് പുളകിതനായി മാസങ്ങൾ തികയുന്നതിന് മുമ്പ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. മനുഷ്യന്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ നശ്വരമായ ഈ സമ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നോമ്പിന്റെ കാലത്തെങ്കിലും ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ അവസാനിപ്പിക്കുക. ഇനി ഈ ഒരു ചങ്ങാതി പറയുന്നത് കേട്ടോ, ഇനി ഇദ്ദേഹം എന്താ പറയുന്നെന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഇയാളുടെ മൊഴിമുത്തുകൾ ശ്രവിച്ചാലും. ഒരു വിദേശ പൗരനായ അന്ത്യോക്യ പാത്രീസ് ഈ കാട്ടിക്കൂട്ടുന്ന പ്രവണതകളെ വളരെ കണ്ടോ. ഇവനെ സംബന്ധിച്ച് അന്ത്യോക്യൻ പാത്രീസ് ആരാണ്? അന്ത്യോക്യൻ പാത്രീസിന് ഇതിയാൻ കൊടുക്കുന്ന വിശദീകരണം ഒരു വിദേശ പൗരനായ മറ്റാരുമല്ല, ഒരു വിദേശ പൗരനായ അന്ത്യോക്യൻ പാത്രീസ് ഈസ് ജസ്റ്റ് എ ഫോറിനർ. പിന്നെ എങ്ങനെയാണ് ആ സഭയുമായിട്ടും ആ വന്യപിതാവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടാകുന്നത്? ഇന്ത്യൻ ഓർത്തഡോക്സുകാർ കേൾക്കണം, നിങ്ങളുടെ മെത്രാനാണ് ഈ പറയുന്നത്. ഇയാൾ ഈ ഓസ്ട്രേലിയ പോകുന്നുണ്ടല്ലോ, ഇയാൾ അമേരിക്കയിൽ വരുന്നുണ്ടല്ലോ, ഇയാള് ന്യൂയോർക്കിൽ വന്നിട്ട് പെങ്ങളുടെ വീട്ടിൽ താമസിക്കും, ആ പള്ളിയിലെ കാര്യങ്ങൾ നടത്തും. തനിക്ക് എന്താണോ ഇവിടെ കാര്യം അമേരിക്കയില്? താൻ വിദേശ പൗരനല്ലേടോ എന്നാരും ചോദിക്കുന്നില്ലല്ലോ. ഒരു ഇടയൻ അജഗണങ്ങളെ സന്ദർശിക്കുന്നു, അതിന് കാലദേശ അതിർത്തികളൊന്നുമില്ല. രാജ്യത്തിന്റെ അതിർത്തികൾക്കും ദേശത്തിന്റെയോ ഗോത്രങ്ങളുടെയോ പരിമിതികൾക്കും ഭാഷയുടെയോ നിറത്തിന്റെയോ വ്യത്യാസത്തിനും ഉപരിയായിട്ടാണ് ക്രിസ്തുവിന്റെ സഭ നിലകൊള്ളുന്നത്. ഈ പ്രാഥമിക തത്വം പോലും അറിയാത്ത ഒരു കഴുതയാണ് ചുവന്ന കുപ്പായം ഇട്ടിട്ട് ഇരുന്ന് വാചമടിക്കുന്നത്. ഇതൊക്കെ നാണമില്ല. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു? വിദേശ പൗരനാണ് പോലും, വിദേശ പൗരൻ. അപ്പൊ ഇയാൾക്ക് കന്യാസ്ത്രീ അമ്മയും കർത്താവായ യേശു ക്രിസ്തുവും ഒക്കെ വിദേശ പൗരന്മാരായിരിക്കും, വിദേശ പൗരനാണ് പോലും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കാനൂനികമായി വാഴിക്കപ്പെടുന്ന ഒരു കാതോലിക്ക മലങ്കരയിൽ വരാൻ പോവാണ്. ഇവര് കൊള്ളസംഘത്തിൻ്റെതായ സ്വത്ത് തട്ടിയെടുക്കുന്ന ഒരു മറവപ്പട, അല്ലെങ്കിൽ എന്താണ്, തിരുട്ടു സംഘം. അതിനപ്പുറത്തൊന്നുമില്ല. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതാണ് ഈ കഞ്ഞിക്കുഴി ബാവായെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ആശയഗംഭീരമായ ആഹ്വാനങ്ങളും ഒക്കെ. എന്തൊരു 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 മനുഷ്യനാണത്, എന്തൊരു വലിയ സംഭവമാണ് അല്ലെ. കഞ്ഞിക്കുഴി പെരിയവർ എന്ന് ഇന്ന് I2I സുനിൽ വിളിക്കുന്നത് കേട്ടു. നല്ലൊരു പേരാണത്, അതൊക്കെ നല്ലതാണ്. പക്ഷെ കാതോലിക്ക ബാവ എന്നുള്ളതൊക്കെ പരിശുദ്ധ സഭയുടെ സംജ്ഞകളാണ്. അതൊന്നും എടുത്ത് കള്ളന്മാർ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെതായിട്ട് പറയാനുള്ളത്.